അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പൽ കടലിന്റെ ഉൾഭാഗത്തേക്ക് മാറ്റാനുള്ള ശ്രമം തുടരുന്നു. ടഗ് ബോട്ട് ഉപയോഗിച്ചാണ് കപ്പലിനെ ദൂരേക്ക് നീക്കുന്നത്. കോസ്റ്റ് ഗാർഡും പോർബന്ദറിലെ മറൈൻ എമർജൻസി സെന്ററും ചേർന്നാണ് ശ്രമം നടത്തുന്നത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, എന്താണ് പുതിയ വിവരങ്ങൾ? അതായത് ഈ കപ്പലിനെ ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളുടെ ആദ്യഘട്ടം വിജയിക്കുന്നുവെന്നോ? അതെ, ആദ്യഘട്ടം വിജയിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന ആശ്വാസ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ഡ്രൈ പൗഡറുകൾ വിതറിയിട്ട് കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ തീരദേശത്ത് നിന്ന് കൂടുതൽ ഉൾക്കടലിലേക്ക് ഈ കപ്പൽ കൊണ്ടുപോകാനുള്ള ശ്രമവും കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ കത്തുന്ന കപ്പലിലേക്ക് പോർബന്തറിൽ നിന്നുള്ള മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള അംഗങ്ങൾ ഇറങ്ങുകയും ഈ കപ്പലിന്റെ മുൻഭാഗത്തെ ടഗ് ബോട്ടുകളുമായി ബന്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വടം ഉപയോഗിച്ചുകൊണ്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഈ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉൾക്കടലിലേക്ക് ഈ ബോട്ടിനെ കപ്പലിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. അതായത് ഈ കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഘാതം കരയിലേക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ദൗത്യം ശ്രമകരമായിരുന്നു, കാരണം തീ നിയന്ത്രണ വിധേയമായിരുന്നില്ല. എന്നാൽ ഇന്നലെയോട് കൂടിയിട്ട് മധ്യഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്ധന ടാങ്കിന് സമീപത്തായിട്ട് തീ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കട്ടിയുള്ള കറുത്ത പുകയും കപ്പലിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പലിൽ തീയുള്ള ഭാഗത്തേക്ക് ഡ്രൈ പൗഡറുകൾ വിതറുന്ന സമയത്ത് തീ അണയ്ക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമം നടന്നിരുന്നില്ല, അതിന് സാധ്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. നിയന്ത്രിക്കാനാവാത്ത വിധം കഴിഞ്ഞ ദിവസം തീ കത്തുകയായിരുന്നു. അതിപ്പോൾ നിയന്ത്രിക്കാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ സാധിക്കുന്നു. ഡ്രൈ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് തീ നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതോടൊപ്പം തന്നെ ടഗ് ബോട്ടുമായിട്ട് ഈ കപ്പലിനെ ബന്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കുറച്ചുകൂടി പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് എത്ര കണ്ട് എളുപ്പമാണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ധന ടാങ്കിന് സമീപത്തുള്ള തീ അണയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മുന്നിലുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യം. അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് ഡ്രൈ പൗഡർ വിതരാൻ സാധിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മുകളിൽ നിന്ന്, അതായത് കപ്പലിന് നേരെ മുകളിൽ നിന്ന് ഇതിലേക്കൊരു ഓപ്പറേഷൻ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഒരു പോസിറ്റീവ് കാര്യം. കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ കൂടുതലായിട്ട് തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പറയുന്നത് നിയന്ത്രണ വിധേയമാണ് എന്നാണ്. കഴിഞ്ഞ ദിവസത്തിൽ നിന്നും കുറച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണിത്. അതുകൊണ്ടാണ് ഒരേ ഓപ്പറേഷൻസ് 2 സമയം നടത്തുന്നത്. അതായത് ഡ്രൈ പൗഡറുകൾ വിതറുന്ന ഓപ്പറേഷൻസും ഈ ടഗ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് കപ്പലിനെ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്പറേഷൻസും ഒരേ സമയം നടക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസം നൽകുന്ന ശുഭകരമായ വാർത്തയാണ്. ഈ ഡ്രൈ പൗഡർ വിതറുന്ന സമയത്ത് തന്നെ ഇത് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്ധന ടാങ്കിന് സമീപത്തെ തീ അണയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ടാവാം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ അളവിലുള്ള ഇന്ധനമാണ് കപ്പലിൽ അവശേഷിക്കുന്നത്. അതിനാൽ തന്നെ എന്തെങ്കിലും അസ്വാഭാവികമായ അല്ലെങ്കിൽ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ആഘാതം കരയിലേക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാലാണ് ടഗ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നത്. ഇന്നലെ തന്നെ തീ അണഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോസ്റ്റ് ഗാർഡിന്റെയൊക്കെ സംഘങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഈ കത്തുന്ന കപ്പലിലേക്ക് തന്നെ ഇറങ്ങി ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചത്. ശ്രമകരമായ ദൗത്യമായിരുന്നു എന്തായാലും ഇന്നലെ പൂർത്തിയാക്കിയത്. അതെന്തായാലും ഗുണം ചെയ്തു, അല്ലെങ്കിൽ ഇനിയുള്ള ദൗത്യത്തിന് മുന്നേറ്റം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇതിനെ കുറച്ചുകൂടി ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ കപ്പലിന് തീ പിടിച്ച ഭാഗത്തല്ല ഇപ്പോൾ കപ്പലുള്ളത്, ഒരുപാട് കിലോമീറ്ററുകൾ തെക്ക് കിഴക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ച സ്ഥിതിക്ക് ഇനി കപ്പലിന് ഒരു അനക്കം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യം കൂടി വിജയിച്ചിരിക്കുന്നു. അതായത് കൂടുതൽ ഒഴുകാതെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതും ഈ ഓപ്പറേഷൻസിന്റെ ഒരു വിജയകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ അതിന് ഉൾക്കടലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കാണാതായ 4 ജീവനക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടത്തുന്നുണ്ട്. അവരെ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവർ ഈ കപ്പലിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി നിരീക്ഷിക്കേണ്ടതുണ്ട്. ആ കപ്പലിൽ ഏതെങ്കിലും ഭാഗത്തുണ്ടോ അല്ലെങ്കിൽ അവർ കടലിലേക്ക് ചാടി എന്നതിനെ സംബന്ധിച്ച വിവരവും ലഭ്യമായിട്ടില്ല. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കൃഷ്ണരാജ്.